ഗുഡ് മോർണിംഗ് നിഖിൽ. ഗുഡ് മോർണിംഗ് വിഷ്ണു. നിഖിൽ, എന്തായാലും വിപണി നോക്കുമ്പോൾ ഇപ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് കാണുന്നത് 200 പോയിന്റിൻ്റെ ഒരു നേട്ടവും ബാങ്ക് നിഫ്റ്റിയിൽ 453 പോയിന്റിൻ്റെ ഒരു നേട്ടവുമാണ്. എന്തൊക്കെയാണ് മറ്റ് കൂടുതൽ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിലെ അപ്ഡേറ്റ്സ്? വിഷ്ണു, ഇന്നിപ്പോൾ മാർക്കറ്റ് പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി 50 പരിശോധിക്കുകയാണെങ്കിലും നിഫ്റ്റി ബാങ്ക് പരിശോധിക്കുകയാണെങ്കിലും വലിയ രീതിയിലുള്ള ഒരു നേട്ടം തന്നെയാണുള്ളത്. അതിൽ തന്നെ നിഫ്റ്റി 50 ആണ് നമുക്ക് എടുത്തു പറയുന്നത്. നിഫ്റ്റി 50 പരിശോധിക്കുകയാണെങ്കിൽ ഒരു 52 വീക്ക് ഹൈ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് നിഫ്റ്റി 50ക്ക് സാധിച്ചിട്ടുണ്ട്. നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ 26,073 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി 50യിൽ ഒരു ട്രേഡിംഗ് നടക്കുന്നത്. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോ നോക്കുമ്പോഴാണ് വളരെ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു സെന്റിമെന്റ് ആണ് കാണാൻ സാധിക്കുന്നത്. നിലവിൽ 44 ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തുമ്പോൾ 6 ഓഹരികൾ മാത്രമാണ് ഒരു ഇടിവ് രേഖപ്പെടുന്നത്. നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് 460 പോയിന്റുകളുടെ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 58,467 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ബാങ്കിലും ഒരു ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ 12 സൂചികകളുള്ള 12 ഓഹരികളുള്ള സൂചികയിൽ നിന്ന് 10 ഓഹരികൾക്കും നിലവിൽ ഇപ്പോൾ നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. നിഫ്റ്റി 50യിലേക്ക് തന്നെ മടങ്ങി വരികയാണെങ്കിൽ ഒരു മികച്ച നേട്ടം കാണാൻ സാധിക്കുന്നത് IT കമ്പനികളിലാണ്. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് ഇൻഫോസിസ് നിലവിൽ പരിശോധിക്കുമ്പോൾ ഏകദേശം ഒരു 4% ഒരു നേട്ടം രേഖപ്പെടുത്താൻ ഇൻഫോസിസിന് സാധിക്കുന്നു. HCL ടെക് പരിശോധിക്കുകയാണെങ്കിലും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് 2.25% മുകളിലുള്ള ഒരു നേട്ടം. ടെക് മഹീന്ദ്രയിലേക്ക് വരികയാണെങ്കിൽ 2.5% ഒരു നേട്ടമുണ്ട്. അതായത് ഈ ഓഹരികളൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാർത്തകളൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പിൻബലം നിലവിൽ ഇപ്പോൾ ഇവയ്ക്കൊക്കെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. കൂടാതെ ടാറ്റ സ്റ്റീൽ പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 1.5% ഒരു നേട്ടം രേഖപ്പെടുത്താൻ ടാറ്റ സ്റ്റീലിനും സാധിക്കുന്നുണ്ട്. ടാറ്റ സ്റ്റീൽ നിലവിൽ പരിശോധിക്കുമ്പോൾ ഒരു മികച്ച ഒരു ബ്രോക്കറേജ് റിപ്പോർട്ട് കൂടി വന്നിട്ടുണ്ട്. നിലവിൽ ഇപ്പോൾ നൊമൂറ ടാറ്റ സ്റ്റീലിന് ഒരു ബൈ റേറ്റിംഗ് ആണ് നൽകിയിരിക്കുന്നത്. നിലവിൽ ടാർഗറ്റ് പ്രൈസ് ആയിട്ട് 215 രൂപയാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴത്തെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ 175 രൂപ എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് ടാറ്റ സ്റ്റീലിൽ ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഇപ്പോൾ കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു സ്റ്റീൽ സെക്ടറിലെ ഒരു ഡിമാൻഡ് വലിയ രീതിയിൽ തന്നെയുള്ള ഒരു വർധനവ് ഇപ്പോൾ രേഖപ്പെടുത്തിയിട്ട് വരുന്നു. കൂടാതെ യൂറോപ്യൻ മാർക്കറ്റ് പരിശോധിക്കുകയാണെങ്കിൽ മുൻ പാദങ്ങളിലും മുൻ വർഷങ്ങളിലൊക്കെ ചെറിയ രീതിയിലുള്ള ഒരു ഇടിവ് ഡിമാൻഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ നിലവിലൊരു ടേൺ അറൗണ്ട് ഇപ്പോൾ യൂറോപ്യൻ മാർക്കറ്റിലും ടാറ്റ സ്റ്റീലിന് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. കൂടാതെ രാജ്യത്ത് പരിശോധിക്കുകയാണെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു മാറ്റങ്ങളും ഇൻവെസ്റ്റ്മെന്റും വരുന്നു. ഇങ്ങനെ ഒരു മാക്രോ തലത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു ടേൺ അറൗണ്ട്, ഒരു ഇംപ്രൂവ്മെന്റ് ഒക്കെ തന്നെ നിലവിൽ ഇപ്പോൾ ടാറ്റ സ്റ്റീലിനെ സംബന്ധിച്ചിടത്തോളം ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു അപ്സൈഡ് സാധ്യതകൾ ഇപ്പോൾ തുറന്നു നൽകിയിരിക്കുന്നു എന്നൊരു കാര്യമാണ് ഇപ്പോൾ നൊമൂറ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കൂടാതെ മാർജിനൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ മാർജിൻസിലും ഒക്കെ ഒരു ഇംപ്രൂവ്മെന്റ് ഉണ്ടാകും എന്നുള്ള വളരെ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് തന്നെയാണ് നിലവിൽ ഇപ്പോൾ നൊമൂറയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ടാറ്റ സ്റ്റീലിന് നൽകിയിരിക്കുന്നത് എന്നൊരു കാര്യം കൂടിയാണ് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. മറ്റ് ഓഹരിയുടെ പ്രകടനങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ ശ്രീറാം ഫിനാൻസ് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 1.25% ഒരു നേട്ടം രേഖപ്പെടുത്താൻ ശ്രീറാം ഫിനാൻസിന് സാധിക്കുന്നുണ്ട്. ഇടിവ് പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ ഏഷ്യ മോട്ടോഴ്സിനെ സംബന്ധിച്ചിടത്തോളം 0.5% മുകളിലുള്ള ഇടിവുണ്ടാകുന്നു. ഇറ്റേണലിലേക്ക് കടക്കുകയാണെങ്കിൽ 1% ചേർന്ന് നിൽക്കുന്ന ഒരു ഇടിവും, സിപ്ലയിലേക്ക് വരുമ്പോൾ ഏകദേശം 0.5% ഒരു ഇടിവ്, ഡോക്ടർ റെഡ്ഡീസിനെ സംബന്ധിച്ചിടത്തോളം 0.5% മുകളിലുള്ള ഒരു ഇടിവ് ഡോക്ടർ റെഡ്ഡീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നുണ്ട്. വളരെ ബുള്ളിഷായി നിലനിൽക്കുന്ന നിഫ്റ്റി ബാങ്കിലെ ഒരു ഓഹരികളുടെ പ്രകടനം പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം വളരെ മികച്ച ഒരു മൊമെന്റം കാണാൻ സാധിക്കുന്നത് ആക്സിസ് ബാങ്കിലാണ്. ഏകദേശം 2.25% മുകളിലുള്ളൊരു നേട്ടം ആക്സിസ് ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ആക്സിസ് ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ ദിവാലി പിക്കായിട്ടും പല ബ്രോക്കറേജുകളുടെയും ഒരു ടോപ്പിക്കായിട്ട് മാറിയിരിക്കുന്ന ഒരു ഓഹരിയാണ് ആക്സിസ് ബാങ്ക് എന്ന് പറയുന്നത്. നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ തുടർച്ചയായിട്ടുള്ള ദിവസങ്ങൾ പരിശോധിക്കുകയാണെങ്കിലും ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് തന്നെ മുൻപോട്ട് പോകാൻ വേണ്ടിയിട്ടും ആക്സിസ് ബാങ്കിന് സാധിക്കുന്നുണ്ട്. കൂടാതെ AU സ്മോൾ ഫിനാൻസ് ബാങ്ക് പരിശോധിക്കുമ്പോൾ 2% മുകളിലുള്ള ഒരു നേട്ടം ഉണ്ടാകുന്നു. IDFC ഫസ്റ്റ് ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 3.5%-ഓളം ഒരു കുതിപ്പിലേക്ക് IDFC ഫസ്റ്റ് ബാങ്കും എത്തിയിരിക്കുന്നു. എന്നാലും കാനറ ബാങ്കിലേക്ക് വരികയാണെങ്കിൽ ഒരു 0.5% ഒരു ഇടിവാണ് ഇന്നത്തെ ഒരു ട്രേഡിംഗിൽ കാണാൻ സാധിക്കുന്നത്. എന്നാൽ മുൻദിനങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ വളരെ മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. നിലവിൽ നോക്കുകയാണെങ്കിൽ ആ ഒരു ഹയർ ലെവൽസിൽ നിന്ന് ചെറിയ രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നിലവിൽ ഇപ്പോൾ കാനറ ബാങ്ക് നേരിടുന്നു എന്ന് വേണം നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട്. ഇന്നത്തെ ഒരു സെക്ടർ വൈസ് പ്രകടനങ്ങൾ കൂടി പരിശോധിക്കുകയാണെങ്കിൽ നിഫ്റ്റി IT തന്നെയാണ് ഒരു ഔട്ട് പെർഫോമൻസ് ഉണ്ടാകുന്നത്. ഏകദേശം 2.25% ഒരു നേട്ടം നിഫ്റ്റി ITയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. FMCG സൂചിക പരിശോധിക്കുകയാണെങ്കിൽ 1% മുകളിലുള്ള ഒരു നേട്ടം ഉണ്ടാകുന്നു. PSU ബാങ്കിങ് സൂചികയ്ക്കും 1%-ഓളമുള്ളൊരു നേട്ടം ഉണ്ടാകുന്നു. ഇതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനപ്പെട്ടിട്ടുള്ള എല്ലാ സൂചികൾക്കും ഒരു നേട്ടം നിലനിർത്തിക്കൊണ്ട് തന്നെയുള്ള ഒരു ട്രേഡിംഗ് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. അങ്ങനെ വിപണി മൊത്തം പരിശോധിക്കുകയാണെങ്കിൽ ദിവാലിക്ക് ശേഷമുള്ള ഈ ഒരു ആദ്യ ദിനത്തിൽ നോക്കുമ്പോൾ വളരെ മികച്ച ഒരു ബുള്ളിഷ് സെന്റിമെന്റ് തന്നെ വിപണി പ്രകടമാക്കുന്നുണ്ട്. നിഫ്റ്റി
നിഫ്റ്റി IT-യിലെ മറ്റ് കമ്പനികളുടെ ഒരു പ്രകടനങ്ങൾ കൂടി പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ TCS-നെ സംബന്ധിച്ചിടത്തോളം 1.25% മുകളിലുള്ള നേട്ടമുണ്ടാകുന്നു. വിപ്രോയും സമാനമായ രീതിയിലുള്ള ഒരു നേട്ടം നിലനിർത്തുമ്പോൾ കൊഫോർജ് 2%, എംഫോസിസിന്റെ ഓഹരി പരിശോധിക്കുകയാണെങ്കിൽ 2.25% ഒരു നേട്ടം രേഖപ്പെടുത്താൻ എംഫോസിസിനും സാധിക്കുന്നുണ്ട്. മറ്റൊരു ബ്രോക്കറേജ് റിപ്പോർട്ടിലേക്ക് കൂടി പോവുകയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ മാരുതി സുസുക്കിക്ക് മോർഗൻ സ്റ്റാൻലി ഒരു ഓവർ വെയ്റ്റ് റേറ്റിംഗ് നൽകിയിരിക്കുന്നു എന്നൊരു കാര്യമാണ് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. ടാർഗറ്റ് പ്രൈസ് ആയിട്ട് 18,360 രൂപയാണ് നൽകിയിരിക്കുന്നത്. നിലവിൽ പരിശോധിക്കുകയാണെങ്കിൽ 16,410 രൂപ എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് മാരുതി സുസുക്കിയിൽ ഒരു ട്രേഡിംഗ് നടക്കുന്നത്. നിലവിൽ ഇപ്പോൾ മോർഗൻ സ്റ്റാൻലി പറഞ്ഞിരിക്കുന്നത് ഇനി വരാൻ പോകുന്ന ഒരു 60 ദിവസത്തിനുള്ളിൽ നിലവിൽ മാരുതി സുസുക്കിയുടെ ഓഹരിയിൽ വലിയ രീതിയിലുള്ള ഒരു കുതിപ്പ് കാണാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിൽ തന്നെ അവർ പ്രധാനമായിട്ടും എടുത്തു പറയുന്നത് കമ്പനി ഇപ്പോൾ GST 2.0 ഒക്കെ നിലവിൽ വന്ന ഒരു സാഹചര്യത്തിലൊക്കെ തന്നെ പുതിയ ഫസ്റ്റ് ടൈം ബയേഴ്സിനെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് പല രീതിയിലുള്ള പദ്ധതികളും വന്നിട്ടുണ്ടായിരുന്നത്. വലിയ രീതിയിലുള്ള ഡിസ്കൗണ്ടുകൾ നൽകുക എന്നതൊക്കെ തന്നെ എൻട്രി ലെവൽ കാറുകളുടെ ഒരു നിരക്കിൽ നടപ്പാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ തന്നെ വളരെ മികച്ച രീതിയിൽ സ്വീകരിക്കപ്പെട്ടു എന്നൊരു വ്യൂ പോയിന്റ് ആണുള്ളത്. കൂടാതെ റൂറൽ മേഖലയിലേക്ക് കടക്കുകയാണെങ്കിലും റൂറൽ ഇന്ത്യയിലും മാരുതി സുസുക്കിക്ക് വളരെ മികച്ച ഒരു ഡിമാൻഡ് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. കൂടാതെ പുതിയതായിട്ട് വന്നിരിക്കുന്ന കമ്പനിയുടെ SUV-കളൊക്കെ പരിശോധിക്കുകയാണെങ്കിലും മാർക്കറ്റിൽ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ചലനം സൃഷ്ടിച്ചതും EV മേഖലയിലേക്ക് വരികയാണെങ്കിലും വളരെ മികച്ച രീതിയിൽ മാർക്കറ്റ് ഷെയർ ഉയർത്തിക്കൊണ്ടുവരാൻ സാധിക്കുന്നതും ഒക്കെ തന്നെ മാരുതി സുസുക്കിയെ സംബന്ധിച്ചിടത്തോളം വളരെ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് ഇപ്പോൾ മോർഗൻ സ്റ്റാൻലി ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ തുടർച്ചയായിട്ട് ഒരു ബൈ റേറ്റിംഗ് അല്ലെങ്കിൽ ഒരു ഓവർ വെയ്റ്റ് റേറ്റിംഗ് നേടിക്കൊണ്ട് മാരുതി സുസുക്കി മുന്നേറുന്ന ഒരു കാഴ്ച കൂടിയാണ് നിലവിൽ ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ടും സാധിക്കുന്നത്. തിരിച്ച് മാർക്കറ്റിലേക്ക് തന്നെ വരികയാണെങ്കിൽ നിലവിൽ ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് നിഫ്റ്റി 50 പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 220 പോയിന്റുകളുടെ ഒരു നേട്ടമുണ്ടാകുന്നു. നിഫ്റ്റി ബാങ്കിലേക്ക് വരികയാണെങ്കിൽ നിലവിൽ 520 പോയിന്റുകൾക്ക് മുകളിലുള്ള ഒരു നേട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു. അങ്ങനെ ഈ മണിക്കൂറിൽ പരിശോധിക്കുകയാണെങ്കിൽ വളരെ ബുള്ളിഷ് ആയിട്ടുള്ള ഒരു സെന്റിമെന്റ് തന്നെയാണ് വിഷ്ണു മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നത്.